വിഭാഗീയതയിൽ നട്ടം തിരിയുകയാണ് ഉത്തർപ്രദേശിലെ BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങി ഏറെ പിന്നിലായ BJPയെ വീണ്ടും പിന്നോട്ടടിക്കുകയാണ് UPയിലെ ഈ പ്രശ്നങ്ങൾ. BJPക്ക് ശക്തമായ അടിത്തറയുള്ള സംസ്ഥാനമാണ് UP എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി 50-ലേറെ MPമാരെ എല്ലാ ലോകസഭയിലേക്കും ജയിപ്പിക്കുന്ന BJPയാണ് ഇക്കുറി അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിക്കും പിന്നിലായി തെരഞ്ഞെടുപ്പിൽ ഫിനിഷ് ചെയ്തത്. ഇതോടെ UPയിലെ BJP വലിയ പൊട്ടിത്തെറിയിലേക്കാണ് വഴിമാറിയത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിനെതിരെ മറ്റ് BJPക്കാർ കച്ചമുറുക്കിയതോടെ മുമ്പൊരിക്കലും കാണാത്ത രീതിയിലുള്ള വിഭാഗീയതയാണ് UPയിൽ ഉടലെടുത്തത്. എന്തായാലും നിലവിൽ ഈ തമ്മിൽ തല്ല് വിഷയം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലായിരുന്നു ഉള്ളത്. അതിൽ നിലപാട് പരസ്യമാക്കി കേന്ദ്ര നേതൃത്വം ഇറങ്ങിയതോടെ ജയം യോഗിക്കൊപ്പമാണെന്ന് കാണാം. യോഗി ജനകീയ മുഖ്യമന്ത്രി എന്ന് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുന്നു. യോഗി ആദിത്യനാഥിനൊപ്പം നിൽക്കാനാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം എന്നുറപ്പായതോടെ വരും ദിവസങ്ങളിൽ മറ്റ് BJPക്കാർ പ്രശ്നം രൂക്ഷമാക്കുമെന്ന് ഉറപ്പാണ്. യോഗിക്ക് സംസ്ഥാനത്തുള്ള ജനകീയത കൂടി കണക്കിലെടുത്ത് ഒപ്പം നിൽക്കാമെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. UPയിലെ MPമാരും MLAമാരുമായി കൂടിക്കാഴ്ച നടത്തി തയ്യാറാക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുമായാണ് യോഗി ദില്ലിയിലെത്തിയത്. ഇത് ദേശീയ നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും യോഗിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ നിർദ്ദേശം ലഭിച്ചതോടെ എതിർചേരിയിലുള്ളവർ മറ്റു വഴികൾ തേടുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ UP BJP അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരി മുഖ്യമന്ത്രിയെ നീക്കണമെന്നാവശ്യപ്പെട്ടതാണ്. BJP മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരുമായി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ഡൽഹിയിൽ തുടരുന്നതിനിടെയാണ് യോഗിക്കെതിരെ ഒരു പടയൊരുക്കം ശക്തി പ്രാപിച്ചത്. അടിസ്ഥാനപരമായി BJPക്കാരനല്ലാത്ത വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി. തീവ്ര ഹിന്ദുത്വവാദിയായ യോഗിയെ UP എന്നും ചൊൽപ്പടിയിൽ നിർത്താൻ മോദിയാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് കെട്ടിയിറക്കിയത്. RSSനേക്കാൾ വലിയ ഹിന്ദുത്വ നിലപാടുള്ള സംഘടനയെ നയിച്ച മാത്രം പരിചയമുള്ള യോഗിയെ മുഖ്യമന്ത്രി പദത്തിലെത്തിച്ച മോദിയുടെ നിലപാടുകൾക്കെതിരെ അന്നേ വിമർശനമുയർന്നതാണ്. BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൻ്റെ തലപ്പത്തെന്തിന് ഇതുപോലത്തെ ഒരു നേതാവ് എന്ന ചോദ്യമാണ് അന്ന് BJPക്കാർ ഉന്നയിച്ചത്. അതേസമയം 2 തെരഞ്ഞെടുപ്പിലും BJPക്ക് മികച്ച വിജയം സമ്മാനിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞപ്പോൾ ചോദ്യം ചെയ്യലുകളും കുറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തിരിച്ചടി BJPക്ക് ലഭിച്ചത്. ഇതോടെയാണ് വിമത സ്വരങ്ങളും ഉയർന്നു വന്നത്. UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയാണ് മോദിയുടെ പ്രധാന വിമർശകൻ. ഒരുപക്ഷെ യോഗി അവതരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി പദം അനായാസം കേശവ് പ്രസാദിലെത്തുമായിരുന്നു. ഈ കലിപ്പും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി തോൽവി ഏറ്റുവാങ്ങിയാൽ യോഗി വീഴുമെന്നുറപ്പായതുകൊണ്ട് UPയിലെ മറ്റ് നേതാക്കൾ പാലം വലിക്കുമോ എന്ന ആശങ്കയും BJP കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ട്.